പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കനം പോലെ ഫീൽ ചെയ്യില്ലേ? അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈ നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ വേദന വരിക, പിന്നെ ഈഗോ പിടിച്ച് നമ്മൾ ഒരാളോട് വിട്ടുകൊടുക്കാതിരിക്കുക, നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ ഓവർ തോട്ട് വരിക, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഫിസിക്കൽ ബോഡിയിലാണ് കൂടുതലും ഉള്ളത്. അത് നമ്മൾ അവയർനെസ് ഈ ഫിസിക്കൽ ബോഡിയിലായതുകൊണ്ട് നമ്മൾ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ ഫിസിക്കൽ ബോഡി വിട്ടിട്ട് നമ്മൾ അവയർനെസ്സിനെ ഒരു സൂക്ഷ്മതലത്തിലേക്ക് ഇങ്ങനെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഒരു സൂക്ഷ്മതലത്തിലേക്ക് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ചാൽ നമ്മളെ ഈ ഫിസിക്കൽ ബോഡിയിലുള്ള പെയിൻ എല്ലാം ഡിസപ്പിയർ ആകും. അപ്പോൾ അതിനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന്, ഇവിടെ ഇങ്ങനെ കനമൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജൊക്കെ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ? ചിലപ്പോൾ കളേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ വല്ല ഫ്ലവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു ലൈറ്റ്സ് ആയിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും കാണാമല്ലോ. ഇപ്പോൾ ഒരു കളർ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ കളറിൻ്റെ ഉള്ളിൽ എന്താ, അതിൻ്റെ ഉള്ളിൽ എന്താ, അതിൻ്റെ ഉള്ളിൽ എന്താ, ഇങ്ങനെ പോയി ഇങ്ങനെ പോകാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ സ്ഥൂല ശരീരം വിട്ടിട്ട് നമ്മൾ ഈ സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ അവയർനെസ്സിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെയുള്ള കനെല്ലാം മാറി റിലാക്സ് ആവും നമ്മൾ. ഇത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ അവയർനെസ് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി ഡീപ്പ് സ്ലീപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരിക്കും. നമ്മൾ അത്രയും ക്ലീനിങ് പ്രോസസ്സ് നടന്നിട്ടുണ്ടാവും. നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ രാവിലെ എണീക്കുക.